ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ലൊക്കേഷനാണ്. നേരത്തെ നമ്മൾ വന്നിട്ടുള്ള പ്രദേശം തന്നെയാണ് കോട്ടുപള്ളി കൈതാരം എന്ന് പറയും. ആ കോട്ടുപള്ളിയുടെ എൻ്റെ ഏരിയയാണിത്. അപ്പുറത്തേക്ക് ഏഴിക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണിത്. ചുറ്റിനും പുഴകൾ മാത്രമേ ഉള്ളൂ. കര എന്ന് പറയുന്നത് ഈ നടപ്പാതയാണ്. അത് ചിറയെന്നൊക്കെ പറയും. ഓരോ ഏരിയയിലോട്ട് പോകാനുള്ള ചിറ. വണ്ടി അങ്ങനെ ടൂ വീലർ അതൊന്നും ഈ ഏരിയ പോവില്ല. അതുപോലെ തന്നെ തൂമ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. വലിയൊരു തൂമ്പ എന്ന് പറഞ്ഞാൽ ഈ പുഴയെന്ന് പറഞ്ഞാൽ കടലിലേക്ക് കണക്ഷനുള്ള പുഴയാണ്. അപ്പോൾ നല്ല ആഴമുള്ള തൂമ്പ. അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന മീൻ കൃഷിയാണ് ഇവിടെ നടക്കണം. അപ്പോൾ ഈ മീൻപിടുത്തം ഇവിടെ ഉണ്ടാകാറുണ്ട്. വലയിട്ട് പിടിക്കും. അതുകൂടാണ്ട് പല രീതിയിലുള്ള മീൻ കൃഷി ചെയ്യുന്ന ആൾക്കാർ അവർ രാത്രിയാകുമ്പോൾ പുറത്തുനിന്ന് ആരും വന്ന് മീനെ കട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രാത്രി നൈറ്റ് ആൾക്കാർ തങ്ങും. അങ്ങനെ തങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയിട്ടേക്കണതാണ് ഈ ഏരിയ. ഇതിനെ മാടം എന്നൊക്കെ പറയും ശരിക്കും. പണ്ട് ഇത് ഓല കൊണ്ടൊക്കെയുള്ള രീതിയിലായിരുന്നു ചെയ്തിരുന്നത് വെച്ചാൽ ഇപ്പം ഓൾറെഡി നീല ഷീറ്റൊക്കെ വിരിച്ചിട്ടങ്ങനെ. അപ്പോൾ ഇവിടെ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒരാളുണ്ടാവും കാവൽക്കാരനായിട്ട്. ഇത് നടത്തിപ്പുകാരൻ വെച്ചേക്കണത് അല്ലെങ്കിൽ നടത്തിപ്പുകാരി തന്നെയായിട്ട് വന്നിട്ട് ഇവിടെ നൈറ്റ് തങ്ങാറുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയയാണ്. നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല കാമാങ്കോയിട്ടായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയണ പോലെ നിങ്ങളിപ്പോൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം തകർക്കുന്ന നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. കാരണം മനുഷ്യർക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ എത്ര നല്ല ക്യാരക്ടറാണെങ്കിലും നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചാലും കഷ്ടപ്പെട്ടാലും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജി, ആ എനർജി നമ്മളിൽ വലിയ വിജയങ്ങളിലേക്ക് എത്താനാണ് അല്ലെങ്കിൽ സക്സസ് ആകാനാണ്, നമ്മളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാനാണ്. അതായത് ചെറിയ കൊച്ചു ആഗ്രഹങ്ങൾ, ചെറിയ അച്ചീവ്മെൻറ്റ്സ് ചിലപ്പോൾ നടന്നു പോയിരിക്കും. പക്ഷേ ഒരു മനുഷ്യൻ നോർമലി അല്ലാത്ത പല കാര്യങ്ങളും മനുഷ്യർ ആഗ്രഹിക്കാറുണ്ട് അല്ലേ. നോർമലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ജോലിയായിരിക്കാം, അത് ചെറിയൊരു ബിസിനസ്സായിരിക്കാം. അതിൽ നിന്ന് നമുക്ക് ഡെവലപ്മെൻറ്റ്സ് വരുമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ആ ചെറിയ ബിസിനസ് വലിയ ബിസിനസ് ആകണമെന്നും, അതുപോലെ ചെറിയ ജോലിയിൽ നിന്ന് വലിയ ഉദ്യോഗ കയറ്റം കിട്ടണമെന്നും, നല്ല അഭിവൃദ്ധി വേണം, സാമ്പത്തിക ഉയർച്ച വേണം, നല്ല വീട് വേണം, അങ്ങനെ നമ്മളുടേതായ കാറ് വേണം, അങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ശ്രമിച്ചിട്ടും നമ്മൾ അതിലേക്ക് എത്തണില്ലെങ്കിൽ അതിലെത്താൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ പോലും അറിയാണ്ട് നമ്മളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന, എപ്പോഴും നമ്മളതിൽ അറിയാതെ ഇൻവോൾവ് ആയിരിക്കുന്ന നെഗറ്റീവ് എനർജി. ആ നെഗറ്റീവ് എനർജിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി വരുന്നത് സത്യത്തിൽ മറ്റുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. മറ്റുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള നെഗറ്റീവ് എനർജി ഫോം ചെയ്യണതും ആ രീതിയിലുള്ള നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നത്. അതായത് നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും ഫോണിലാണെങ്കിലും സംസാരിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ നെഗറ്റീവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ചർച്ചയിൽ അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന വേളയിൽ നെഗറ്റീവ് എനർജി ഫോം ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമ്മളൊരു സുഹൃത്തിനോട് ഫോണിലായാലും അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും
സംസാരിക്കുന്ന വിഷയം ചിലപ്പോൾ മറ്റുള്ളവരെ കുറ്റമായിരിക്കാം, ചിലപ്പോൾ നാട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ വിഷയം ഒരു പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ, അത് കുറ്റങ്ങളായാലും കുറവുകളായാലും വേറെ ആളുടെ പോരായ്മയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളാണെങ്കിൽ അത്ര ആൾക്കാരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ നെഗറ്റീവ് എനർജിനെ ഫോം ചെയ്യുന്ന പണിയോടെ നടത്തും. അപ്പോൾ ആ രീതിയിലുള്ള ഡിസ്കഷനിലൂടെ നമ്മളിൽ നെഗറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മൾ വെറുതെ ഒരു 3 മാസത്തെ 6 മാസത്തെ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി തവണ ഇതുപോലെയുള്ള നെഗറ്റീവ് വിഷയങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ് എനർജി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പോസിറ്റീവിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ മതിയാവും. പോസിറ്റീവിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളിപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എവിടെ നിന്നെങ്കിലും കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പവറാവും, അല്ലെങ്കിൽ മോട്ടിവേഷനിലാവും, എനർജറ്റിക് ആവും. അത് നിങ്ങൾക്ക് ചിന്തിച്ചറിയാൻ പറ്റും. നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിലോ ഏതെങ്കിലും സ്പിരിച്വലായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, നമ്മൾ വളരെയധികം പോസിറ്റീവ് ആവും. കാരണം അപ്പം നമ്മളിൽ ഫോം ചെയ്യുന്ന എനർജി പോസിറ്റീവ് എനർജി ആയതുകൊണ്ടാണ്. കാരണം നമ്മളോട് ആരാണ് പോസിറ്റീവ് സംസാരിച്ചത്, ആ വ്യക്തിയിലൂടെ യൂണിവേഴ്സൽ പവർ കണക്ട് ചെയ്ത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വന്നുള്ളത്. ഇത് നമ്മൾ തിരിച്ച് അവരോടും പോസിറ്റീവാണ് പറയണമെങ്കിൽ നമ്മളിൽ നിന്നും പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു. അതായത് നമ്മൾ വളരെ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി ആവുന്നു, പവറാവുന്നു. അതിന് കാരണം നമ്മൾ ഈ സ്റ്റോക്കുള്ള എനർജി കൂടുതലും നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് തന്നെയാണ്. അതായത് കലക്കവെള്ളത്തിൽ ഒരു തുള്ളി കലക്കവെള്ളം കൂടി വീണാൽ തിരിച്ചറിയാൻ പറ്റൂല. അപ്പോൾ കലക്കവെള്ളത്തിൽ ഒരു തുള്ളി കലക്കവെള്ളം കൂടി വീണാൽ അറിയാൻ പറ്റൂല എന്ന് പറയണത് പോലെയാണ് നമ്മൾ സ്റ്റോക്കുള്ള നെഗറ്റീവ് എനർജിയുടെ കാര്യം. കാരണം ഈ സ്റ്റോക്ക് നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് നമ്മളിൽ വീണ്ടും ചെറിയ ചെറിയ രീതിയിൽ നെഗറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര നല്ല സ്വഭാവമുള്ള ആളാണെങ്കിലും എത്ര പോസിറ്റീവായിട്ടുള്ള ആളാണെങ്കിലും നമ്മൾ പോലും അറിയാണ്ട് മറ്റുള്ള ആൾക്കാരിൽ നിന്നും അതുപോലെ നമ്മളിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജിയുടെ അളവ് നമ്മളിൽ വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജിനെ തിരിച്ചറിയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതേസമയം തെളിഞ്ഞ വെള്ളത്തിൽ ഒരു തുള്ളി കലക്കവെള്ളം വീണാൽ എങ്ങനെ ഉണ്ടാവും? തെളിഞ്ഞ വെള്ളത്തിൽ ഒരു തുള്ളി കലക്കവെള്ളം വീണണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, ഇല്ലേ? അപ്പോൾ പോസിറ്റീവ് എനർജിയുടെ അളവാണ് നമ്മളിൽ കൂടുതലെങ്കിൽ നെഗറ്റീവ് എനർജി നമ്മളിൽ വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നമ്മളുടെ ജീവിത രീതി കൊണ്ടും സംസ്കാര രീതി കൊണ്ടും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമ്മൾ പറയില്ല ജീവിതശൈലി രോഗങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വരുന്ന രോഗങ്ങളാണ്. അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും ചിന്താഗതിയിൽ നിന്നും നേരത്തെ പറഞ്ഞ സംസ്കാരം, പാരമ്പര്യം, ആചാരം, അനുഷ്ഠാനം, അങ്ങനെ അതിൽ നിന്നൊക്കെ നമ്മളിൽ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് വർക്ക് ചെയ്യണം, നെഗറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റം. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മുതിർന്ന ആളാണെങ്കിലും ഈ ഒരു പ്രവൃത്തി കാലാകാലങ്ങളോളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പണി, മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന പണി, ഇത് സംസാരത്തിൽ നിന്നും ചിന്തയിലൂടെയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള മനുഷ്യരായിട്ട് നമ്മൾ പറയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ഡീസൻ്റ് ആണെങ്കിൽ അവരിട്ട് തരും എന്തെങ്കിലും വിഷയം, അപ്പോൾ നമ്മളതിന് മറുപടി പറയും. അപ്പം നമ്മളതിലായി. കാരണം കുറച്ച് മുല്ലപ്പൂ എടുത്തിട്ട് കുറച്ച് നേരം കല്ലിൽ വെച്ചിട്ട് അത് മാറ്റിയാലും കല്ലിന് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാകും എന്ന് പറയണത് പോലെ ഈ കാര്യം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഡിസ്കഷൻസ് ഒരു 4 പേര് കൂടുന്ന സ്ഥലത്ത്
ചർച്ച ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി വരുന്നതാണെങ്കിൽ, ഇനി അടുത്തത് പറയുന്നത് ഇതുപോലെ തന്നെ ഇതായിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മൾ തന്നെ അറിയാണ്ട് ക്രിയേറ്റ് ചെയ്യണ വേറൊരു മെത്തേഡ് ഉണ്ട്. അതും നമ്മളുടെ നെഗറ്റീവ് എനർജിയുടെ അളവ് കൂട്ടും. നല്ല കാറ്റുള്ള ലൊക്കേഷനാണ്. ഏകദേശം ഒരു ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. വെയിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അടുത്ത രീതി അല്ലെങ്കിൽ അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ഇത് നമ്മൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ നെഗറ്റീവ് എനർജി വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. ചർച്ച ചെയ്യുന്നതിലൂടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ദുഃഖങ്ങൾ ഇപ്പം ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളോട് അല്ലെങ്കിൽ ഒരു ട്രെയിനറിനോട് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ സ്നേഹബന്ധങ്ങളിലുള്ളവരോട് പറഞ്ഞാൽ നമ്മൾ അത്രയും ആശ്വസിപ്പിക്കണം, ധൈര്യപ്പെടുന്ന, മോട്ടിവേറ്റഡ് ആക്കണം, പവറാക്കണം, നമ്മളെ തന്നെ മാത്രം ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അങ്ങനത്തെ ഒരാൾ ആണെങ്കിൽ ഓക്കെ പറയാം. പക്ഷെ അങ്ങനെ ഒരാൾ റെയറായിരിക്കും. അല്ലാതെ ആരോടും നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലും ഒന്നില്ലെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തി അതോർത്ത് വിഷമിക്കും. വിഷമിച്ചില്ലെങ്കിൽ കൂടി ആരോടാണ് നമ്മളിത് പറയുന്നത്, അയാളുടെ മൈൻഡിലും നമ്മളെക്കുറിച്ചുള്ള സംസാരത്തിലും ചിന്തകളിലും നമ്മളുടെ ഈ പ്രശ്നങ്ങൾ കടന്നു വരുന്നുള്ള നമ്മളുടെ അവസ്ഥകൾ. അപ്പോൾ ഒന്ന്, നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയും തോറും നമ്മൾ ആ പ്രശ്നത്തിൽ ഇരുത്തം തന്നെയാണ്. കേൾക്കുന്ന ആളും നമ്മുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് മെൻ്റലി എപ്പോഴെങ്കിലും നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അയാളായിരിക്കും, അവരിൻ്റെ പ്രശ്നമുണ്ട്, കടബാധ്യതയുണ്ട്, വീട്ടിൽ പ്രശ്നമാണ്, ഇത് അവൻ്റെ മനസ്സിലും അവിടെ വർക്കൗട്ടാണ്. അപ്പം നമ്മൾ പറയും തോറും എത്ര തവണ നമ്മളിത് ആൾക്കാരോട് പറയുന്നുവോ, നമ്മൾ പറഞ്ഞ ആൾക്കാർ എത്ര തവണ നമ്മളെക്കുറിച്ച് ഈ വിഷയം ചിന്തിക്കുന്നു, അതനുസരിച്ചെല്ലാം നെഗറ്റീവ് ഫ്രീക്വൻസി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം സ്റ്റോക്ക് നമുക്ക് നെഗറ്റീവ് എനർജി വരാൻ കാരണമാവുന്നുള്ളതാണ്. നമുക്കിനി കുറച്ച് അങ്ങോട്ട് നടക്കാം. കുറച്ച് ഈ ചെറിയ എന്ന് പറയുന്ന ഏരിയ അങ്ങോട്ട് നടന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇവിടെ ഒരു ചേട്ടന് വലയിടുന്നുണ്ട്, വല മീൻ പിടിക്കാനായിട്ട് വലയിടുന്നുണ്ട്. ആ കാഴ്ച നമുക്ക് കാണാം. വല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മീൻ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്കിപ്പോൾ കാണാം. വല വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെമ്മീൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളാണ്. അപ്പോൾ ആ ചേട്ടൻ മീൻ പിടിച്ച് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകണതാണ്. ഈ ഏരിയയിൽ അധികം മീനുണ്ടായില്ല. അപ്പോൾ മീനുള്ള ഏരിയ തേടി ആ ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ പല ഏരിയയിൽ വല വീശി കഴിയുമ്പോൾ ശരിക്കും മീനുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പം ഇപ്പം ഇട്ട ഏരിയയിൽ ആ ചേട്ടന് മീൻ അധികം കിട്ടിയില്ല. അതുകൊണ്ട് പുള്ളി വേറൊരു സ്ഥലം മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാം, നമുക്ക് മീൻ കിട്ടുമോ നോക്കാം. ചെമ്മീനെ കൂടുതലും കിട്ടണമെന്ന് തോന്നല്ലേ, ചെമ്മീൻ. അപ്പോൾ നമ്മൾ വല വീശണത് കണ്ടില്ലേ? അതായത് ഒരു ഏരിയയിൽ നിന്ന് വളരെ കുറച്ച് മീനേ കിട്ടുള്ളൂ, കൂടുതലും ചെമ്മീനാണ് കിട്ടുക. പക്ഷേ കുറേ സമയം എടുത്ത് കഴിയുമ്പോൾ അത് വലിയ കുറേ കൂട്ടമായി മാറും. കാരണം ഇപ്പോൾ അടുത്ത സ്ഥലത്ത് പുള്ളി വലയിട്ടുണ്ട് അവിടെ. അങ്ങനെ പല ഏരിയയിൽ വലയിട്ട് കഴിയുമ്പോൾ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വലിയ ചെമ്മീനൊക്കെ ഇടണം. അപ്പോൾ കുറേ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കുറേ അധികമായി മാറും. കാരണം എക്സ്പേർട്ട് വല വീശൻ അറിയാവുന്ന ആൾക്കാർ, കാരണം ഇവരുടെ ഏരിയയാണ് ഇതെല്ലാം. അപ്പോൾ എന്തായാലും യാദൃച്ഛികമായിട്ടാണ് ആ വല വീശുന്ന ചേട്ടനെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അതായത് നമ്മൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യും തോറും നമ്മളുടെ പ്രശ്നം അല്ലെങ്കിൽ വിഷയം അതിന് ഡെപ്ത് കൂടും. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ബൂസ്റ്റപ്പ് പോലെ ഇരിക്കും നമ്മളുടെ പ്രശ്നങ്ങൾ കേട്ട ആൾക്കാർ. നമ്മളെ പ്രശ്നത്തിൽ തന്നെ ഒന്ന് നിലനിൽക്കാനായിട്ട് ഒരു ബൂസ്റ്റിങ് തന്ന പോലെ ഇരിക്കും. നമ്മളുടെ പ്രശ്നങ്ങൾ കേട്ട ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് അവർ പോലും അറിയാണ്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ നമ്മുടെ പരാജയത്തിനായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ സ്റ്റോക്ക് നെഗറ്റീവ് എനർജിയുടെ അളവ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ പ്രശ്നങ്ങൾ എത്രയധികം പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ നെഗറ്റീവ് എനർജിയുടെ അളവ് കൂടി. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതും റിസർച്ച് ചെയ്തതും അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് വരുന്ന ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെ റിക്കവറി ആയി, അതിന് ഉപയോഗിച്ച മെത്തേഡ് തന്നെയാണ് ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ആ കറക്ഷൻസ് അല്ലെങ്കിൽ ഈ പ്രശ്നം ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ്, പോസിറ്റീവ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടിയത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവർക്കും ഇത് പകർന്നു കൊടുക്കണം അല്ലെങ്കിൽ ട്രെയിനറായി മാറിയത്. ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടലി ഒരാളെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ നടക്കില്ല. ഞാൻ അതിന് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള ആൾക്കാർ, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പെയ്ഡാണ്. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാർ, എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് ട്രെയിൻ ചെയ്യും. പക്ഷേ അങ്ങനെ പറ്റാത്ത ആൾക്കാർ നിരവധിയുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോസ് ചെയ്യണം. കാരണം വലിയ ഭീകര പ്രശ്നങ്ങളാണെങ്കിലാണ് ഒരു പക്ഷേ ട്രെയിനിങ് തന്നെ അറ്റൻഡ് ചെയ്താൽ മാറ്റം വരുള്ളൂ. അല്ലാണ്ടുള്ള ഒരു പരിധി വരെ എല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ പറയുന്ന വിഷയം, ആ വിഷയത്തിൽ നിന്ന് എങ്ങനെ റിക്കവറി ആകാമെന്നുള്ളതും കൂടി നമ്മളുടെ ഈ ഒരു വീഡിയോന് ലെങ്ത് അധികം ഇല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്യുക. അപ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിൽ ഉണ്ടായതെന്ന് പറയണത് അതെന്താണെന്ന് ആദ്യം നിങ്ങളോട് പറഞ്ഞുതരാം. എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ നേരിട്ട നെഗറ്റീവ്സ് എങ്ങനെയാണ് വർക്കൗട്ടായത് അത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയും കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു തൂമ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ നിന്നൊരു വീഡിയോ എടുത്തത് ഇതുപോലെ ഒരു തൂമ്പ് തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര വലിയൊരു തൂമ്പാണ്. ഇത് ചെറിയൊരു തൂമ്പാണ്. ഇതിൻ്റെ ഡബിൾ ഉണ്ട്, ഇരട്ടി സൈസ് ഉണ്ട് അപ്പുറത്ത് കണ്ട തൂമ്പ്. ഇവിടുത്തെ ഈ പുഴയിലുള്ള തൂമ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ അയാളെ പിന്നെ രക്ഷിച്ചെടുക്കാൻ പാടായിരിക്കും. അത്ര ആഴം ഉണ്ടാവും, അത്ര ഡെപ്താണ്. അപ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നീണ്ട വർഷമൊന്നുമില്ല, ഒരു 10-15 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. എനിക്ക് വലിയ കടബാധ്യത ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ബിസിനസ്, ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു, ഫുഡ് പ്രോഡക്റ്റ് സപ്ലൈ ഉണ്ടായിരുന്നു, അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നു, പലിശക്ക് പണം കൊടുക്കലുണ്ടായിരുന്നു. ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി, തകർന്ന് ഞാൻ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നാടുവിടേണ്ട അവസ്ഥ നാട് വിട്ട് പോയി, ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതൊക്കെ. പക്ഷെ ആ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ ആരോട് സംസാരിച്ചാലും എൻ്റെ ഈ പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ ഈ പൈസ ഇല്ല, ഇപ്പോൾ പൈസ കൊടുക്കാനുള്ളവരോട് പറയണത് ഞാൻ ആത്മഹത്യ ചെയ്യണ അവസ്ഥയിലാണ്. അപ്പോൾ ചിലവരോടും പോയി ചാടാൻ, നീ ചത്താ നിൻ്റെ കാശ് ഞാൻ വേണ്ടെന്ന് നോക്കാം. അപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ്. അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ, കടബാധ്യത വന്നതിൻ്റെ അവസ്ഥകൾ, അങ്ങനെ ഓരോ ദിവസവും ഞാൻ കണക്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ പ്രശ്നങ്ങൾ തന്നെ പറഞ്ഞ്
ഞാൻ ഈ പ്രശ്നത്തിൽ ഈ ഭൂമി പിളർന്ന് താഴത്തോട്ട് പോയി എന്ന് പറയില്ലേ, അത്ര രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോയി എന്നുള്ള പ്രശ്നങ്ങളുടെ ഡെപ്ത് കൂടി. കാരണം എൻ്റെ ചിന്തയിലും സംസാരത്തിലും ഇത് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ആയിപ്പോവും. പക്ഷേ അങ്ങനെ ആയിപ്പോണത് വളരെ ഡേഞ്ചറാണ്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഞാൻ എവിടെ ചെന്നാലും ഫോണിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ പറയാറുണ്ട്. അവർ പറയുന്ന നെഗറ്റീവ് വിഷയങ്ങൾ ഞാനും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ എനിക്ക് ഹൈലി, നമ്മൾ ഈ ടാങ്കർ ലോറിയുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, ഹൈലി ഇൻഫ്ലെയിമബിൾ, അത് വളരെ അപകടം നിറഞ്ഞതാണ്, അത്രയും തീ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്ന പോലെ മൊത്തം എന്നെ നശിപ്പിച്ച് കളയാൻ തക്ക വിധത്തിലുള്ള നെഗറ്റീവ് എനർജി എനിക്ക് സ്റ്റോക്കായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും നെഗറ്റീവ് പറയും. അത് റിയാലിറ്റിയാണ് ഈ പറയണതെന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞതുകൊണ്ടിട്ട് നമുക്ക് ഒരു ഗുണമില്ല. നമ്മളെ പ്രശ്നങ്ങൾ വേറെ ആളോട് ചർച്ച ചെയ്യണതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണമില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ 3-4 പേര് കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, അമ്മയുടെ, അച്ഛൻ്റെ, സഹോദരൻ്റെ, മക്കളുടെ ഒക്കെ കുറ്റങ്ങളും കുറവുകളും ചർച്ച ചെയ്യുന്നത് ഒരു ഗുണവും ഇല്ല നമുക്കായിരിക്കും. ഇപ്പോൾ വലിയ വലിയ സക്സസ്ഫുൾ ആൾക്കാർ നോക്കിയോ, അവർക്ക് ഒരാളെ പറ്റി കുറ്റം പറയാനാ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയാനാ പോലും സമയം ഉണ്ടാവില്ല, അത്ര അവർ ബിസി ആയിരിക്കും സക്സസ്ഫുൾ പേഴ്സൺസ്. അപ്പം നമ്മൾ വിചാരിക്കണം അവർക്ക് അങ്ങനെ സക്സസ് ആയതുകൊണ്ടും വലിയ ബിസിനസ്സുകാരായതുകൊണ്ടല്ലേ എന്ന് പറയും. പക്ഷെ അല്ല, അവർ ഒരു പണിയും വേലയില്ലാണ്ടിരുന്നപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ് ഈ പ്ലസ് ആയിരുന്നു. വെറുതെ സമയം കളയൽ, കുറ്റം പറയൽ, നെഗറ്റീവ് വിഷയം ചർച്ച ചെയ്യൽ, അതൊന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സക്സസ്സിലെത്തൂല. കാരണം ഒരു മനുഷ്യന് വലിയ വിജയങ്ങൾ നേടാൻ ജീവനുണ്ടായാൽ മാത്രം മതി. കാരണം ജീവനുള്ള മനുഷ്യരിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നോർമൽ ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഇത് വർക്കൗട്ടാവും. അതിനൊരു എക്സ്പീരിയൻസ് വേണ്ട, പാരമ്പര്യം വേണ്ട, എഡ്യൂക്കേഷൻ വേണ്ട. ഈ പവറിനെ ഉപയോഗിക്കാൻ പഠിച്ച വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന നെഗറ്റീവ് എനർജി എൻ്റെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും അത് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തതാണ്. അതുപോലെ സാധാരണ സ്വാഭാവികമായിട്ട് ക്യാഷ്വലായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻവോൾവ്ഡ് ആയിരുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയണതിലും എല്ലാം. അപ്പോൾ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണതിലൂടെ നമ്മളിൽ നെഗറ്റീവ് എനർജി ഫോം ചെയ്യും, മറ്റുള്ളവരിലൂടെ നമ്മളിൽ നെഗറ്റീവ് എനർജി വരും. അതുകൂടാണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ വേറെ ആളോട് ചർച്ച ചെയ്യണതിലൂടെയും വരും. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഭീമമായ കടബാധ്യതയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അയാൾക്ക് ഞാൻ ഈ പറഞ്ഞ ഹാബിറ്റ് ഉണ്ടാവും. 4 ആൾ കൂടുമ്പോൾ മറ്റുള്ളവർ പറയണ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവായിട്ട് അതിനെ ഡിസ്കസ് ചെയ്യണ രീതി. അപ്പോൾ ഈ പറഞ്ഞ 2 രീതിയിലൂടെയാണ് നെഗറ്റീവ് എനർജി ഹൈ ആയിട്ട് നമ്മളിൽ ബാധിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വലിയ തകർച്ചകൾ വരാൻ കാരണവും ഈ രീതിയിൽ വരുന്ന നെഗറ്റീവ് എനർജി, സൈലൻറ്റ് കില്ലറായ നെഗറ്റീവ് എനർജി, വളരെ ഡീസൻ്റായിട്ട് സ്നേഹത്തോടെ വരുന്ന നെഗറ്റീവ് എനർജി. നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെഗറ്റീവ് വിഷയങ്ങളാണ്, വളരെ സ്നേഹത്തോടെയാണ് ചർച്ച ചെയ്യണം. നമ്മൾ പിരിയുമ്പോൾ വളരെ സ്നേഹത്തോടെ തന്നെ ആയിരിക്കും കൈ കൊടുത്ത് പിരിയണം. പക്ഷേ നമ്മൾ ഹൈലി നെഗറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പിരിയണം. ആ നെഗറ്റീവ് എനർജി ആയിട്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ വരുന്നത്. എന്നിട്ട് നമ്മൾ പോസിറ്റീവ് ആകാൻ ആഗ്രഹിക്കുന്നു, പവർഫുള്ളാകാൻ ആഗ്രഹിക്കുന്നു, റിച്ച് ആകാൻ ആഗ്രഹിക്കുന്നു, ലൈഫ് ഗോള് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പരിശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ അച്ചീവ്മെൻറ്റ്സ് ഒന്നും എത്ര ശ്രമിച്ചിട്ട് നേടാൻ പറ്റണില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഒരു പ്രധാന കാരണം. അപ്പോൾ ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സുഹൃത്ത് ഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ നാട്ടുകാരുടെ വിശേഷം, ബന്ധുക്കളുടെ കുറ്റം, രാജ്യത്തിൻ്റെ കുറ്റം, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയുടെ കുറ്റം, ഇങ്ങനെയുള്ളതൊക്കെ ചർച്ച ചെയ്യാനുള്ള സിറ്റുവേഷൻസ് വരും. ആ സമയത്ത് നമ്മൾ കൂടുതൽ ഡിസ്കഷനിൽ ഉൾപ്പെടുത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് തീരെ ഒഴിഞ്ഞു പോകാൻ പറ്റിയ ഏരിയ ആണെങ്കിൽ ഒഴിഞ്ഞു പോകണമാണ് ബെസ്റ്റ്. നമുക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുമെന്നെങ്കിൽ ഒഴിഞ്ഞു പോകും. അതല്ല, നമുക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ നമ്മളധികം മറുപടി പറയുക, അതിൽ ഇൻവോൾവ് ആണ്ട് വെറുതെ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്, അതാണ് ഒരു വഴി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ നമ്മൾ പങ്കെടുക്കാണ്ടിരിക്കുക, സംസാരിക്കാണ്ടിരിക്കുക. ഈ രീതി നമ്മൾ ഹാബിറ്റാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റുള്ളവരായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യുന്നതിലൂടെ ഫോം ചെയ്യുന്ന വരുന്ന നെഗറ്റീവ് എനർജി നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഭക്ഷണം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും ഡോക്ടർമാർ. ഭക്ഷണം നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷുഗറുള്ള ഒരാളാണെങ്കിൽ ഡയറ്റ് എടുത്താൽ മതി, നല്ല പക്ക ഡയറ്റ് എടുത്താൽ ഒരു ഗുളികയും കഴിക്കാണ്ട്
ഷുഗർ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഒരു നല്ല ഡയറ്റീഷ്യൻ്റെ കീഴിലൊക്കെ എടുത്താലേ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന പോലെ നമ്മുടെ മൈൻഡിൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നമ്മൾ അറിയാണ്ട് പെട്ടുപോയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ ഒരു രോഗാവസ്ഥ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്ത് വരുന്ന നെഗറ്റീവ് എനർജിനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ സ്റ്റോക്ക് ഇങ്ങനെ കയറി കിടക്കുന്ന നെഗറ്റീവ് എനർജിനെ കളയാനായിട്ടുള്ള വേറെ മാർഗ്ഗങ്ങളുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തില്ല, ശാപം, കണ്ണീർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ റിക്കവറി ആക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലെസ്സിങ് ടെക്നിക്ക് എന്നും പറഞ്ഞു. ആ ബ്ലെസ്സിങ് ടെക്നിക്ക് ചെയ്താൽ നമുക്ക് ഇതുവരെ സ്റ്റോക്കുള്ള നെഗറ്റീവ് എനർജിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കൂടി കാണുന്നത് നന്നായിരിക്കും. ബ്ലെസ്സിങ് ടെക്നിക്കിനെ കുറിച്ച് വിശദമായിട്ട് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഇട്ടേക്കാം. അപ്പോൾ ഇതുവരെ സ്റ്റോക്കുള്ള നെഗറ്റീവ് എനർജിനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ, അതിനെ ഇല്ല മൊത്തം അടിച്ചു കളയാനായിട്ട് ഈ ആ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. അത് നിങ്ങൾ വീഡിയോ കണ്ടാലും മനസ്സിലാവുള്ളൂ. എന്തായാലും ലിങ്ക് ഇടുന്നതുകൊണ്ട് ആ വീഡിയോ കൂടി കാണുള്ളൂ. അപ്പോൾ ഇതുവരെ സ്റ്റോക്കുള്ളത് കളയാൻ അത് മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് വരാണ്ടിരിക്കാനാണ് ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അവിടെ ഒരു വഞ്ചിയിലൊരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് ദൂരെ, നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഇനി പേഴ്സണലി നമ്മളുടെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യണ ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിർത്തേണ്ടി വരും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനിത് നിർത്തിയപ്പോഴാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നത്. എൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണത് അങ്ങോട്ട് നിർത്തി. ഞാൻ റിയലായിട്ടും എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ശേഷം ഒരു മാർഗ്ഗമില്ല പൈസ തിരിച്ചു തരാൻ, എന്തായാലും മാർഗ്ഗം തെളിഞ്ഞാൽ നിങ്ങളുടെ കാശ് തരും, ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞത് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ചെയ്യണ ജോലി കൊണ്ടൊന്നും കടം എനിക്ക് വീട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു വലിയ കമ്പനിയാണ്, അതിൽ നിന്ന് എനിക്ക് നല്ല വരുമാനം വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ആൾക്കാരോട് പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ ഈ എന്ന് പറയുന്ന ഈ ചെറിയ വഴി കൂടി, അതായത് ഇങ്ങനെ നടപ്പാതൊക്കെ വേണ്ടി മാത്രം ഇട്ടേക്കണത്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ നടന്നു വന്ന വഴി. അപ്പം നമ്മൾ തിരിച്ച് ഈ വന്ന വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോണതിൻ്റെ ഇടയിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പം മറ്റുള്ള മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട് നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി, അതുപോലെ നമ്മളിൽ നിന്ന് ഫോം ചെയ്യുന്ന നെഗറ്റീവ് എനർജി, ഇതിനെ റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയേ പറ്റൂ. നമ്മൾ ആരോട് ഫോണിൽ സംസാരിച്ചാലും, നാലാൾ കൂടുമ്പോഴാണെങ്കിലും മറ്റുള്ളവർ നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ പറയാണ്ടിരിക്കുക. പരമാവധി അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റിയ എസ്കേപ്പ് ആവുക, അതാണ് ഒരു വഴി. പിന്നെ റിയാലിറ്റി, നമ്മുടെ ജീവിതത്തിലെ റിയാലിറ്റി നമുക്ക് ഉറപ്പായിട്ടും പറഞ്ഞാൽ അതുകൊണ്ടൊരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരാളോട്. ഇപ്പോൾ നമുക്കൊരു ലീഗലി ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു പൈസ അത്യാവശ്യം വേണം, അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അല്ലാണ്ട് വെറുതെ നമുക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആൾക്കാരോട് പറയേണ്ട രീതി നിർത്തലാക്കും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്തും അതുപോലെ നമ്മളുടെ ഈ പ്രശ്നങ്ങളായിട്ട് കണക്ട് ചെയ്തും നമുക്ക് കൂടുതൽ നെഗറ്റീവ് എനർജി സ്റ്റോക്ക് കൂടണ സിസ്റ്റം അവിടെ സ്റ്റോപ്പാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജീവിതത്തിൽ ആഡ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഞാൻ പറയണത്. നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടാൻ കാണാൻ പറ്റും. കാരണം സ്റ്റോക്കുള്ള നെഗറ്റീവ് എനർജി കുറയുമ്പോൾ പോസിറ്റീവ് വരാൻ തുടങ്ങും. രണ്ടാൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾ കുറ്റം പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് പറയാം. ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ റീലേ പറയുമ്പോൾ ഒക്കെ വിട്ടുകളാ, ഒക്കെ മനുഷ്യനല്ലേ, ഏതൊരാൾക്കും പറ്റുമെന്ന്, ഒക്കെ പോട്ടെ. അങ്ങനെ പോസിറ്റീവ് നമ്മൾ പറയണമെങ്കിൽ ആ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് പിന്നീട് അത് തുടർന്ന് പറയാനുള്ള ഒരു ഫ്ലോ കിട്ടൂലെന്നുള്ള അയാൾ പറയൂല. അതിന് പകരം അങ്ങനെ ചെയ്തല്ലേ, അവനത് അങ്ങനെയാണ്. നമ്മളും അതിൻ്റെ അകത്ത് ഇൻവോൾവായിട്ട് അയാളെ പറ്റി കുറ്റം പറയുമ്പോൾ ചർച്ച നീണ്ടുപോകും. കൂടുതൽ സമയം നമ്മൾ നെഗറ്റീവ് സംസാരിക്കാനിട വരും. അപ്പോൾ നമ്മൾ ഷോക്ക് കൂടും, നെഗറ്റീവ് എനർജിയുടെ ഷോക്ക് കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വായിൽ നിന്ന് പോസിറ്റീവ് തന്നെ വരുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് നേടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ഗോൾ നേടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, ബിൽ ഗേറ്റ്സ് പറഞ്ഞ പോലെ നീ ദരിദ്രനായിട്ട് ജനിക്കുന്നത് നിൻ്റെ കുറ്റമല്ല, പക്ഷെ നീ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിൻ്റെ മാത്രം കുറ്റമാണ്. അപ്പോൾ ദാരിദ്ര്യം ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും വേണ്ട, പക്ഷെ എന്നും കൊന്നും ദാരിദ്ര്യത്തിൽ തന്നെ ജീവിച്ച് മരിക്കേണ്ടവരല്ല. അപ്പോൾ നമ്മൾ കര കയറാത്തതിന് അല്ലെങ്കിൽ രക്ഷപ്പെടാത്തതിന്
ഡെവലപ്മെൻറ്റ്സ് വരാത്തതിന് ഇപ്പം ഞാൻ പറഞ്ഞ ഇന്നത്തെ ഈ ടോപ്പിക്ക് പ്രധാന ഒരു കാരണം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക, പാലിക്കുക, വലിയ മാറ്റങ്ങൾ വരും. എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.